ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ ആശ്രാമത്ത് പോവാണ്, കൊല്ലം ആശ്രാമ മൈതാനത്ത് പോവാണ്. അവിടെ ഇപ്പം ടൈറ്റാനിക് കാണാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ എക്സ്പോ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് കാണാൻ എൻ്റെ ആഗ്രഹത്തിന് പുറത്താട്ടോ പോകുന്നത്. എനിക്ക് കാണാനായിട്ട് കൊതിയായി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ട്രെയിനും അതേ റൂട്ടിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ട്രെയിനൊക്കെ നോക്കി നിന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ സാധാരണ ആശ്രാമത്ത് എന്ത് വന്നാലും മിക്കപ്പോഴും കാണാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ആശ്രാമ മൈതാനത്ത് വന്നു. നമുക്ക് ദൂരെ നിന്ന് നമ്മുടെ ടൈറ്റാനിക്ക് കാണാൻ പറ്റും കേട്ടോ, കപ്പൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം അവർ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൈറ്റാനിക്ക് കാണാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അണ്ണൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. 100 റുപ്പീസാണേ, ഒരാൾക്ക് 100 രൂപ കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ എൻ്റെ നിർബന്ധപ്രകാരമാണ് വന്നത്. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആശ്രമത്ത് വരുമ്പം അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് വശമൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുമായിരുന്നു ടൈറ്റാനിക്. അപ്പം എൻ്റെ നിർബന്ധപ്രകാരം കേട്ടോ വന്നത് തന്നെ. അങ്ങനെ ഗൈസ് നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറാൻ പോവാണ്. നമ്മളിങ്ങനെ ഫോണിൽ കാണുമ്പോൾ അത്യാവശ്യം അത് ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷേ നല്ല അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് അതിനകത്തോട്ട് കയറാൻ പോവാണ്. ഇങ്ങനെ കയറുമ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കയറി കഴിഞ്ഞപ്പം ശരിക്കും ആ സിനിമയിൽ ആ കപ്പലിനകത്ത് എങ്ങനെയാണോ അവർ ചെയ്തേക്കുന്നത് അതുപോലെയൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. ഇത്രയും പ്രതീക്ഷയില്ല. സാധാരണ വരുമ്പം വലിയ രസമൊന്നും, സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ വരുമ്പോൾ എനിക്ക് വലിയ രസം തോന്നാറില്ല, പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ആ കപ്പലിൻ്റെയൊക്കെ അതേപോലെ സെറ്റ് ഇട്ടേക്കും. നമുക്ക് ആ സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും, അല്ലാതെ നമുക്ക് കാണാൻ വഴിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ നടന്ന് നീങ്ങുന്നത് തന്നെ. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകൾ വശത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ സാധനങ്ങളും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഞാൻ വിചാരിച്ചു രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല. അപ്പം ഞാനും അണ്ണനോട് പറയുകയും ചെയ്തു, പക്ഷെ പകലായിരുന്നെങ്കിൽ ആശ്രാമ മൈതാനം ഒരുവിധം എല്ലാ ഭാഗവും ഇങ്ങനെ മേളിൽ നിന്ന് ആ കപ്പലിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പിത്താൻ നിൽക്കുന്നൊരു ഭാഗം പോലെ, അത്രേ ഉള്ളായിരുന്നു മുകളിൽ. പിന്നെ നമ്മളത് വീണ്ടും ഇറങ്ങി താഴോട്ട് വന്നിട്ട് പിന്നെ അവിടെ കുറേ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ. അതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ ഇതുപോലെ. പിന്നെ നമ്മളിത് ഈ ഹാളിലോട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ നന്നായിട്ട് അതിശയിച്ചു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈറ്റാനിക്കിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ടേക്കുമായിരുന്നു അവിടെ. ആ സിനിമ ഫുള്ള് ഓഡിയോയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പൊക്കം കൂടുതൽ. അങ്ങനെ നമ്മൾ ജാക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി കേട്ടോ. രസമുണ്ട് കേട്ടോ, അവിടെ ഇരിക്കാനും സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മ്യൂസിക് കാരണം നമ്മൾ ആ കപ്പലിൽ നിൽക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ആ ടൈറ്റാനിക്കിൻ്റെ മ്യൂസിക്കും ആ മൂവി ഫുള്ള് ഇട്ടേക്കാണ്, ഓഡിയോയിൽ ഇട്ടേക്കാണ്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ മറ്റേ മറൈൻ അക്വേറിയം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് കാണാൻ വന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ, നല്ല രസമുണ്ടായിരുന്നു. ജാക്കിൻ്റെ അടുത്ത് മാത്രം നിന്ന് ഫോട്ടോ എടുത്താൽ പോരല്ലോ, റോസിൻ്റെ അടുത്ത് നിന്ന് എടുക്കണം. റോസ് പണിങ്ങിയാലോ, അതുകൊണ്ട് ഞാൻ റോസിൻ്റെ അടുത്തും നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് വേറൊരു പോർഷനിലോട്ട് പോകണം കേട്ടോ. എല്ലാ കപ്പലിൻ്റെ മാതൃകയിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ പോർഷനും അങ്ങനെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ രസമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. മുകളിലുള്ള ഹെവി ലൈറ്റൊക്കെ അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സിനിമയിൽ റോസിൻ്റെ ഒരു മാല കാണിക്കുന്നുണ്ട്, അപ്പോൾ അതേ സെയിം ഒരു മാല, അതേപോലത്തെ ഒരു മാല ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ നമുക്കിനി അടുത്ത പോർഷനിലോട്ട് പോകാം കേട്ടോ. ഇങ്ങോട്ട് പോകുമ്പം നമ്മൾ ആ കപ്പലിൻ്റെ ഇടനാഴി കൂടെ പോകുന്ന പോലെ തന്നെ ഒരു ഫീലാട്ടോ, അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ, അതിനകത്തെ പോലെ തന്നെ കുറേ പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൂം പോലത്തെ റൂമിലോട്ടാട്ടോ വരുന്നത്. അവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളുണ്ട്. ആൾക്കാർ അവിടെ ഇരുന്നും നിന്നും കിടന്നും എല്ലാം ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അതും കണ്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഫുള്ള് അതിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഷൂട്ടിംഗ് ടൈമിലുള്ള ഫോട്ടോസും പിന്നെ ഒറിജിനൽ ടൈറ്റാനിക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ അതേ ഒരു കുഞ്ഞ് കുട്ടി മിനിയേച്ചർ ടൈറ്റാനിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവരവിടെ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ വെറുതെ ഒരാവശ്യമില്ലാത്ത കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസും ഒക്കെ. അങ്ങനെ അതും രസമുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററി പറയുന്ന കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസും പിന്നെ അതിനകത്തെ ക്യാപ്റ്റൻ അവരുടെ കാര്യങ്ങൾ, പിന്നെ അതിന് മുന്നുള്ള ഫോട്ടോസ്, ഇത് ദുരന്തം സംഭവിക്കുന്നതിന് മുന്നുള്ള അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവർ ഫ്രെയിം ചെയ്ത് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് സാധനങ്ങളൊക്കെ അതേപോലെ അവർ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുണ്ടെന്ന് പറയപ്പെടുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ കാര്യങ്ങളാണ് മൊത്തം. ആ ഒരു ഹോള് ഫുള്ള് അതിൻ്റെ കാര്യങ്ങളാണ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും അതുപോലത്തെ ഡ്രസ്സ് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്നത് ഗുണ കേവിലേക്കാണ്. അവിടുത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഗുണ കേവിലോട്ടാണ് കയറുന്നത്. ഇത് നമ്മുടെ ആ ഒരു സിനിമയിൽ ആസ്പദമാക്കി ഗുണ കേവ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര ഈ ആളുകളുടെ ബഹളമല്ലാതെ ഭയങ്കര സൈലൻസാണ്. അതിൻ്റെ കൂടെ ഈ മഞ്ഞുമൽ ബോയ്സിലെ ഓഡിയോയും ഇട്ടേക്കാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയായി, എനിക്ക് ഭയങ്കര പേടിയായി കേട്ടോ. സൗണ്ടൊക്കെ കേട്ടിട്ടൊരു അങ്ങനത്തെ ഒരു ഫീല് വരുത്താൻ വേണ്ടി അവർ ആ സിനിമയുടെ ഓഡിയോ ഇട്ടേക്കാണ്. നമുക്ക് അതിനകത്ത് സൈലൻ്റ് ഓഡിയോ ചില പോർഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉള്ളിലോട്ട് കയറുമ്പോൾ കുറച്ചും കൂടി ഇരുട്ടാവും. പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റ് ഇല്ലെങ്കിൽ നല്ല ഇരുട്ടാണ്, അപ്പോൾ ചെറിയ ലൈറ്റ് താഴെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് നടക്കുകയാണ്. എനിക്ക് ശരിക്കും ചെറിയ രീതിയിൽ പേടിയുണ്ട്. പിന്നെ മറ്റേ ഗോസ്റ്റ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഗോസ്റ്റ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഗുണ കേവ് പോലത്തെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനത്തെ ഉള്ള പേടിയൊന്നുമില്ല. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും തീരുന്നില്ല സംഭവം. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തീരുമായിരിക്കും, പക്ഷേ കുറേ ദൂരം നടന്നിട്ടും തീരുന്നില്ല. പിന്നെ ഒരു ഒറിജിനൽ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് വവ്വാലിനെയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് പോലത്തെ വവ്വാലിനെയും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പം കുറച്ചും കൂടെ സ്പേസ് ഉള്ള, മറ്റേത് ചെറിയ വഴിയാണ്, പിന്നെ സ്പേസ് വരും, പിന്നെയും ചെറിയ വഴി കണ്ടോ. പ്ലാസ്റ്റിക് വവ്വാലൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒറിജിനൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ഇറങ്ങിയത് തീരാറായിട്ടോ. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതെല്ലാം കഴിഞ്ഞ് ആ ഒരു വലിയൊരു ഹാള് പോലെ കേട്ടോ ഇത് വലിയൊരു സംഭവം പോലെയാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ആ ഒരു ഗുണാക്കിയ എഫക്റ്റ് കിട്ടും. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് വവ്വാലൊക്കെ കിടപ്പുണ്ട്, പക്ഷെ കൊള്ളാം കേട്ടോ, രസമുണ്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഗുണ കേവും കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അത് രണ്ടും ഉള്ളു കേട്ടോ അവിടെ. പിന്നെ സാധാ പോലത്തെ ഇവിടുത്തെ കടകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങളിതേ വന്നപ്പം ലൈവായിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നു കേട്ടോ, നല്ല ചൂട് കപ്പലണ്ടി മിഠായി അതുണ്ടാക്കുന്ന കണ്ടു കേട്ടോ. പിന്നെ കുറേ നേരം ഞാനും അണ്ണനും ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം അത് നോക്കിയിരുന്നു കേട്ടോ, കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ കുറേ സമയം അങ്ങ് പോയി കേട്ടോ. അത് ഫുള്ള് പരത്തി കട്ട് ചെയ്യുന്ന വരെ ഞങ്ങളത് നോക്കി നിന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കൂടെ വീഡിയോയും എടുത്തു. ലൈവായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ലൈവായിട്ട് കപ്പലണ്ടി മിഠായി. ഇവിടെ അങ്ങനെ ഞങ്ങൾ നേരത്തെ വന്നിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കപ്പലണ്ടി മിഠായി കാണുന്നത് തന്നെ. അതുകൊണ്ട് ആ അതിശയത്തിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്വയം മറന്നു നിന്നു, മതി മറന്നു നിന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ ഞങ്ങൾ ഫുള്ള് അവിടെ കുറേ നേരം നിന്നോട്ടെ. ഇത് എന്താ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ.
അങ്ങനെ അതും കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കോർട്ടാണ്, അവിടെ ഫുള്ള് ഫുഡും പിന്നെ ഐസ്ക്രീമും ഒക്കെയാണ്. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഫുള്ള് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഒന്നിലും കയറില്ല, എനിക്കാണെങ്കിൽ പേടി, അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറിയൊന്നുമില്ല. അണ്ണൻ പിന്നെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നിലും കയറില്ല. പിന്നെ ഇവിടെ എന്താ റിങ് എറിയുന്നത്, ബോൾ എറിയുന്നത്, അങ്ങനെ സ്ഥിരം സാധനങ്ങൾ തന്നെ, ഇതെല്ലാം സ്ഥിരം. അവിടെ ഈ ആശ്രമത്തിൽ എന്ത് വന്നാലും, എന്ത് എക്സ്പോയോ എന്ത് കാര്യങ്ങൾ വന്നാലും ഇതെല്ലാം അവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫുഡ് കോർട്ടാണ്, അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നമ്മളിതെല്ലാം കുറേ നേരം നോക്കി കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ശരിക്കും നമ്മളിങ്ങനെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാൽ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കുറേ നേരം നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ ആ അറ്റം അങ്ങ് മുകളിൽ പോവും. അവിടെ ഇരിക്കുന്ന ആൾക്കാരിങ്ങനെ കരയുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതും കൂടെ ഉള്ളൂ. പിന്നെ രസമുണ്ട് കേട്ടോ, എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോയി കുറച്ച് സമയം നമ്മുടെ സ്പെൻഡ് ചെയ്യാൻ കൊള്ളാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അത് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ കയറിയതേ ഇല്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ മാജിക് ഷോ പോലെ സംഭവം, കുറേ പരിപാടി, പാട്ട്, മാജിക് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അത് തീർന്നു പോയി. അങ്ങനെ അതും അവിടെയും കുറച്ച് നേരം നിന്നപ്പോൾ മനസ്സിലായി തീർന്നത്. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ ടൈറ്റാനിക് ഫുള്ള് നമ്മൾ കണ്ടു, ഇറങ്ങി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പം ടാറ്റാ ബൈ.